ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വാഴയ്ക്ക തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണിത്. 2 വാഴയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമ്മൾ തൊലി മൊത്തം കളയണം. നമ്മളെന്നിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് ഈ ചെറുതായിട്ട് ഈ കനത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്കിത് കാശ്മീരി ചില്ലിയാണ്. ഞാനൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവില്ലല്ലോ, അത് കാരണം 2 സ്പൂണ്, നിറച്ചില്ലായിരുന്നു 2 സ്പൂൺ, ചെറിയ സ്പൂണിന്. പിന്നെ എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാമേ. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ഗരം മസാല. അത് കഴിഞ്ഞിട്ട് വേണ്ടിയത് നമുക്ക് കോൺഫ്ലോറാണ്. ഒരു 2 സ്പൂണ് കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിറച്ച് 2 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, റൈസ് പൗഡർ. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഒരു മുട്ട, ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഒരു 5 നിമിഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം എണ്ണയിൽ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക എല്ലാം ഇവിടെ പുരട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. നമുക്ക് എത്ര മിനിറ്റ് വേണേലും നമുക്ക് വെക്കാമേ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒന്ന് അർജൻറ്റൊക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ നമുക്ക് വറുത്തെടുക്കാനായിട്ട് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കണം. ഒത്തിരി ഒന്നും എണ്ണ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണയ്ക്കകത്തോട്ട് നമുക്കിതിങ്ങനെ ഇട്ട് വറുത്തെടുക്കാം. പെട്ടെന്നാകും ഇത്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ? ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇതിന് മൊന്തങ്കായ എന്നും പറയും, പച്ചക്കായ എന്നും പറയും. ഏത്തക്ക അല്ല, നമ്മൾ ഈ കറിക്കൊക്കെ എടുക്കുന്ന ഒരു കായ ഉണ്ടല്ലോ, വാഴയ്ക്ക, അതാണിത്. ഏത്തക്ക വെച്ചും ചെയ്യാം നമുക്ക്. ഏത്തക്ക ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് വരും നമുക്ക്. അപ്പം നമുക്ക് സ്കൂളിലൊക്കെ പോയി കുട്ടികൾക്ക് കൊടുത്തു വിടാനും നമുക്ക് ലഞ്ച് ബോക്സിനകത്തൊക്കെ എടുത്തുകൊണ്ട് പോകാനും ഒക്കെ നല്ലൊരു ഐറ്റമാണിത് കേട്ടോ. ഇപ്പോഴും നമ്മൾ മെഴുക്ക് പുരട്ടി പല രീതിയിലുണ്ടാക്കുമല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുണ്ടാക്കും. അപ്പം അങ്ങനെയും ഉണ്ടാക്കാം, ഇങ്ങനെയും ഉണ്ടാക്കാം. അത് ഇതിവിടെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാഴയ്ക്ക മെഴുക്ക് പുരട്ടി, വെറൈറ്റി വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ കണ്ടോ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് വേണമെങ്കിൽ നമുക്ക് 4 മണിക്ക് ഒരു ചായക്കടി പോലെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. Bye bye.